ഫ്രണ്ട്സ്, നമുക്കൊരു കരിനെല്ലിക്ക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് കാണിക്കാം കേട്ടോ. അതിനു വേണ്ടി 1/2 കിലോ നെല്ലിക്ക, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇവയെല്ലാം നന്നായിട്ട് ചതച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചതച്ച് കൊണ്ടുവന്നതാണിത്. അതിനുശേഷം നമ്മളൊരു കട്ടിയുള്ള ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ പോട്ടെ, എണ്ണ, നല്ലെണ്ണ ആട്ടോ ഒഴിച്ചേക്കണേ. നല്ലെണ്ണയിലേക്ക് ഈ പച്ച നെല്ലിക്ക ചേർക്കുക. പച്ച നെല്ലിക്കയാണ് കേട്ടോ. എന്നിട്ടത് വറുത്തെടുക്കുക. നല്ലെണ്ണ കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പതുക്കെ വേണം കേട്ടോ. ഉപ്പ് ചേർത്ത് കഴിക്കുക. അങ്ങനെ ഇത് നമ്മൾ കറുപ്പിച്ചെടുക്കണം. അതാണ്. പണ്ടൊക്കെ നമ്മൾ കലത്തിലൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യാറുള്ളത്. അത് എളുപ്പമുള്ള പണിയല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. അതിന് കാന്താരിമുളക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചതച്ചത് കൊണ്ടുവന്ന് അതിനകത്തേക്ക് ഇടുക. ഇത് ഇങ്ങനെ മൂപ്പായി കഴിയുമ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ചേർത്ത് ഒന്നുകൂടി ഫ്ലെയിം കുറച്ച് വെച്ച് വഴറ്റണം. നന്നായി വഴറ്റി കഴിയുമ്പോൾ നല്ല കുറച്ച് കുരുമുളക് ചേർക്കട്ടെ. കുരുമുളക് ഇടയ്ക്ക് ഇങ്ങനെ നല്ലതാണല്ലോ കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ. രണ്ട് ഇതും ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചതച്ച മുളക്, ഉലുവ, കായം ഇവ ചേർക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടി ആട്ടോ ചേർത്തേക്കണേ. പിന്നെ കറിവേപ്പില. എരിവ് അധികം വേണ്ടവർക്ക് എരിവ് ചേർക്കാം കേട്ടോ. എരിവുള്ള മുളക് പൊടി. എന്നിട്ട് ഇവ നന്നായി വഴറ്റി പതുക്കെ ഫ്ലെയിം കുറച്ച് വേണം കേട്ടോ എടുക്കാൻ. ഇത് നമ്മൾ എത്ര കാലം ഇരുന്നാലും കേടുവരില്ല. ഇതിലോരെണ്ണം എടുത്താൽ മതി. നമുക്ക് ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇതിനിടയ്ക്ക് നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് എടുത്ത് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായ നെല്ലിക്ക കേട്ടോ. ഞാൻ കൈ കൊണ്ട് ചൂടായതുകൊണ്ടാണ് എടുക്കാത്തത്. അങ്ങനെ നമ്മളുടെ എളുപ്പത്തിലുള്ള കരിനെല്ലിക്ക അച്ചാർ തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാമല്ലോ. മറ്റേ കരിനെല്ലിക്ക ഉണ്ടാക്കണേക്കാളും കുറച്ച് എളുപ്പമുണ്ട്. ഇങ്ങനെ വരട്ടി നമ്മളൊരു കുപ്പിക്കകത്തിട്ട് അടച്ചു വയ്ക്കണം കേട്ടോ. ആരോഗ്യത്തിന് നല്ലതാണ്, ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.